അച്ഛൻ തെറി പറയുന്നത് കേട്ട് സ്ഥിരമായിട്ട് വീട്ടിൽ തെറി പറയുന്ന ഒരു 10 വയസ്സുകാരൻ ഈ തെറി പറച്ചിലൊന്നും മാറ്റിത്തരണം എന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അവരെ കേട്ടപ്പോഴാണ് ഈ അച്ഛനമ്മമാർ സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആളുകളാണ്, പരസ്പരം നന്നായിട്ട് തെറി പറയും. അച്ഛനാണ് നന്നായിട്ട് തെറി പറയുക. അവസാനം കുറേ കേട്ട് കേട്ട് അമ്മയും തെറി പറച്ചിൽ തിരിച്ച് പറഞ്ഞു തുടങ്ങി. ഇത് കേട്ടിട്ട് വളരുന്ന കുട്ടിയിൽ ഇതൊരു ശീലമായിട്ട് മാറി. അങ്ങനെയാണ് ഈ കുട്ടികൾ ജനിച്ച് വീഴുമ്പം ഈ ലോകത്തേക്ക് വീഴുന്ന സമയത്ത് അവരുടെ ആദ്യത്തെ വിദ്യാലയം ശരിക്കും പറഞ്ഞാൽ അവരുടെ വീടാണ്. ആദ്യത്തെ അധ്യാപകനും അധ്യാപികയും അവരുടെ രക്ഷിതാക്കളാണ്. അവരെ കണ്ടിട്ടാണ് ഇവർ പഠിക്കുന്നത്. ഒരു കോപ്പി മെക്കാനിസമാണ് ഈ സമയത്ത് അവരിൽ ആക്റ്റീവ് ആവുക. കാരണം കാണുന്നതിനെയൊക്കെ പകർത്തുക എന്നുള്ളതാണ്. ഇത് വളർന്നു വരുമ്പോൾ ഇവരോടൊപ്പം ഇതും വളരും. പിന്നീട് ഇവരറിയാതെ ഈ ബോധമില്ലാത്ത ഉപബോധ മനസ്സിനകത്താണ് ഇതൊക്കെ സ്റ്റോർ ആവുക. ഇവരറിയാതെ ഇവരിൽ നിന്ന് ബോധതലത്തിലേക്ക് ഇത് ആക്റ്റീവായിട്ട് മാറുകയും ഇവരിൽ നിന്ന് തെറിപറച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഈ അച്ഛനമ്മമാരെ അനുസരിക്കേണ്ടതില്ല എന്നൊരു മൈൻഡ് സെറ്റും ഇവരിൽ ഉണ്ടാകും. ഈ സ്ഥിരം തെറി പറയുന്ന ആളുകൾ നീ തെറി പറയരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ ഒരിക്കലും അത് അനുസരിക്കാൻ അവർക്ക് കഴിയില്ല. അതുമാത്രമല്ല, ഇവർക്ക് മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി കുറയാൻ, തൻ്റെ പങ്കാളിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ, ആത്മവിശ്വാസം നഷ്ടപ്പെടുക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ തെറി പറയുമ്പോൾ ഒരു സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കുട്ടികൾ അതിനെ നോർമലൈസ് ചെയ്ത് കണ്ടു തുടങ്ങും. അങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇവർക്കതൊരു വിഷയമാകാത്ത ഒന്നായിട്ട് മാറാറുണ്ട്. നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നത് സ്ഥിരമായിട്ട് കുട്ടികൾ കാണാറുണ്ട്. പക്ഷേ വഴക്കുണ്ടായതിനു ശേഷം നിങ്ങൾ തമ്മിൽ സ്നേഹപ്രകടനം നടത്തുന്നത് കുട്ടികൾ കാണാറില്ല. അതുകൊണ്ട് സ്നേഹപ്രകടനത്തെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. വഴക്കുകൾ നിങ്ങളുടെ സ്നേഹത്തെ ഇല്ലാതാക്കുമെന്നുള്ളതും തിരിച്ചറിയുക.